Hi all, welcome to my another video of microprocessors and embedded system. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മോഡലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പോർഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ അതിനൊക്കെ ലഭിക്കുന്നതായിരിക്കും. Basics of serial communication. Computers transfer data in mainly two ways. രണ്ട് തരത്തിലാണ് കമ്പ്യൂട്ടേഴ്സ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒന്ന് പാരലൽ ആയിട്ടും ഒന്ന് സീരീസ് ആയിട്ടും. പാരലൽ മീൻസ് ഓഫ്റ്റൻ 8 or more lines അത് വയേഴ്സ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് സാധാരണ ഇതിൽ 8 മിനിമം ഉണ്ടാവാറുണ്ട്, അതിൽ 8 കൂടുതൽ ഉണ്ടാവാറുണ്ട്. ആർ യൂസ് ഫോർ ട്രാൻസ്ഫർ ഡാറ്റ ടു എ ഡിവൈസ് ദാറ്റ് ഈസ് ഓൺലി എ ഫ്യൂ ഫീറ്റ് അവേ. കുറച്ച് തൊട്ട് അടുത്തുള്ള ഡിവൈസസുകൾക്ക് മാത്രമാണ് മെയിൻലി നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. മെയിൻലി അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒറ്റയടിക്ക് എല്ലാ ഡാറ്റയും ഒരുമിച്ച് വരണം അതിനകത്തേക്ക്. നെക്സ്റ്റ് വൺ ഈസ് അനദർ ടൈപ്പ് വണ്ണാണ്, അതിൻ്റെ പേരാണ് സീരിയൽ വൺ. ടു ട്രാൻസ്ഫർ എ ഡിവൈസ് ലൊക്കേറ്റഡ് അറ്റ് മെനി മീറ്റേഴ്സ് അവേ സീരിയൽ മെത്തേഡ് ഈസ് യൂസ്. അപ്പോൾ കുറേ അകലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നിന്ന് സീരിയലായിരിക്കും. അതായത് ഒറ്റൊരു വയർ വലിച്ചാൽ മതി, പക്ഷേ അതുവഴി സീരിയലായിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും. അതായത് ആദ്യം ഡാറ്റേക്കും അതിനുശേഷം കുറച്ചതിന് ശേഷം അടുത്ത ഡാറ്റേക്കും അങ്ങനെയായിരിക്കും ആ ഡാറ്റ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും. സീരിയൽ ഡാറ്റയ്ക്ക് ഒരു സെൻറ്റർ ഉണ്ടാവും, പിന്നെ കുറച്ച് അകലെയാണ് റിസീവർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഈ സീരിയലായിട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഈസ് സെൻഡ് 1 bit അറ്റ് എ ടൈം. അതായത് ഒരു ബിറ്റ് മാത്രം അറ്റ് എ ടൈം അയക്കാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, ഒരു ബിറ്റ് അയച്ചാലും 8 ഒരുമിച്ച് അവിടെ എത്തും. കാരണം പാരലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സിസ്റ്റങ്ങളുടെ മാത്രമാണ് ഉപയോഗിച്ചത്. കാരണം ഫ്യൂ മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ളത് മാത്രമാണ് നമ്മളിതിങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കുറേ അകലെയുള്ള മെനി മീറ്റേഴ്സ് അകലെയുള്ളതിന് നമ്മൾ സീരിയൽ ടൈപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, at the transmitting end, the byte of data must be converted into serial bits using parallel in serial output shift registers. അപ്പോൾ നമ്മുടെ എൻഡിങ്, അതായത് എൻഡിങ് പൊസിഷനിൽ ട്രാൻസ്മിറ്റിംഗ് എൻഡിൻ്റെ അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ്സ് ഓഫ് ഡാറ്റ, ആ ബൈറ്റ്സ് ഓഫ് ഡാറ്റനെ പാരലൽ ഇൻ സീരിയൽ ഔട്ട്ഡേറ്റഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ S4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓൾറെഡി. അതായത് പാരലലി നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് സീരീസ് ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ സീരിയൽ ഇന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാരലൽ ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് സീരിയൽ നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം പറയുമ്പോൾ നമ്മളതിൻ്റെ സീരിയൽ സൈഡിൻ്റെ ട്രാൻസ്മിഷൻ സൈഡിൽ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാരലൽ ഇന്നും സീരിയൽ ഔട്ടായിട്ടുള്ള ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മളത് ഫിറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓരോ സീരീസ് ആയിട്ടാണ് ഡാറ്റ ഇവിടെ പോകേണ്ടത്. വരുന്ന ഡാറ്റ ചിലപ്പോൾ പാരലായിരിക്കും, അതായത് 8 ബിറ്റ് ഒരുമിച്ച് വരിക. പക്ഷേ അതിന് ഓരോ ഭാഗമാക്കി വിടുന്നത് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. കാരണം റിസീവിങ് എൻഡിൽ എന്ത് ചെയ്യും, ഈ സീരീസ് ആയിട്ട് വരുന്ന ഈ ഡാറ്റേനെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പാരലാക്കി ഇവിടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അറ്റ് ദ റിസീവിങ് ആൻഡ് ദർ ഈസ് എ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ നമുക്ക് അവിടെ ആവശ്യമുണ്ട് ടു റിസീവ് ദ സീരിയൽ ഡാറ്റ ആൻഡ് പാക്ക് ദം ഇൻ ടു 1 byte. അപ്പോൾ കറസ്പോണ്ടിങ് ബൈറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ, അതായത് സീരിയൽ ഇൻ ആൻഡ് പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ദം ഇൻ ടു ബൈറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, when the distance is short, the digital signal can be transferred as on one wire, simple wire, and requires no modulation. അപ്പോൾ മോഡുലേഷൻ്റെ ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വയർ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും. If the data is to be transmitted on the telephone line, it must be converted into ones and zeros to audio tunes. അപ്പോൾ ടെലിഫോൺ ലൈൻസ് വഴിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ we need to convert that from 1 and 0 to audio tunes. അപ്പോൾ ഓഡിയോ ട്യൂൺസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഹാസ് 2 മെത്തേഡ്. അപ്പോൾ സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ 2 തരം മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സിങ്കർണസ് മെത്തേഡും ഒന്ന് അസിങ്കർണസ് മെത്തേഡും. അപ്പോൾ സിങ്കർണസ് മെത്തേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞതാണ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് എ ബ്ലോക്ക് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ ഒരുമിച്ചായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. അസിങ്കർണസ് ഡാറ്റ മീൻസ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് എ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം. ഒരു ബൈറ്റ് മാത്രമാണ് അറ്റ് എ ടൈം പോകുന്നുണ്ടാവുള്ളൂ. അതിനാണ് അസിങ്കർണസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദർ ആർ സ്പെഷ്യൽ IC ചിപ്സ് മെയ്ഡ് ബൈ മെനി മാനുഫാക്ചേഴ്സ് ഫോർ ദ സീരിയൽ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് പലതരം ICs ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് ഒരെണ്ണമാണ് UART, യൂണിവേഴ്സൽ അസിങ്കർണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പോൾ യൂണിവേഴ്സൽ അസിങ്കർണസ് ആയിട്ടുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് UART. അതാണ് നമ്മളിവിടെ പറഞ്ഞ അസിങ്കർണസ് മെത്തേഡും അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ USART, ഒരു S നമ്മൾ അഡീഷണൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ സിങ്കർണസ് അസിങ്കർണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഇതിന് വേണമെങ്കിൽ സിങ്കർണസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് യൂണിവേഴ്സൽ ആണിത്, അതുപോലെ തന്നെ സിങ്കർണസും ഉണ്ട് അസിങ്കർണസും ഉണ്ട്. അത് റിസീവറായിട്ടും ട്രാൻസ്മിറ്ററായിട്ടും വർക്ക് ചെയ്യും. അതായത് ഈ 2 മെത്തേഡും നമുക്ക് ഈ ഒരു ഒറ്റ പിന്നിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് USART എന്ന് പറയുന്ന പിന്നിൽ. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻസ് അവൈലബിൾ ആണ്. സിമ്പിൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്. അതെന്താണ് ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് അറിയേണ്ടത്. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ട്രാൻസ്മിറ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് സിംപ്ലെക്സ് എന്ന് പറയേണ്ടത് മെയിൻലി. അതെന്ന് അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ റേഡിയോ കൺവേർട്ടർ ഒരു എക്സാമ്പിൾ. കാരണം റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇഫ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ഇറ്റ് ഈസ് കോൾഡ് എ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഡാറ്റേനെ ട്രാൻസ്മിറ്റും റിസീവ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ എന്നാണ് നമ്മൾ മെയിൻലി പറയേണ്ടത്. ഓക്കെ, ഇഫ് ഡാറ്റ ട്രാൻസ്മിറ്റഡ് ഇൻ വൺ വേ ഇറ്റ് ഈസ് റെഫേർഡ് ടു എസ് ഹാഫ് ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഒരു വേയിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കണുള്ളൂ എന്ന് വിചാരിക്കുക. അതിൻ്റെ പേരാണ് നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയേണ്ടത്. അതായത് ഒരു ചാനൽ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ആ ചാനലിൽ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാൻസ്മിറ്ററിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ആൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാക്കി ടോക്കിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ ഓവർ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഡാറ്റ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ അല്ലെങ്കിൽ വയർലെസ് മെത്തേഡിലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് നമുക്ക് കാണാം സെപ്പറേറ്റ് ഒരു ചാനൽ തന്നെ ഉണ്ട്, രണ്ടാൾക്കാർക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടത്. ട്രാൻസ്മിറ്റർ എന്ത് പറയുന്നത് റിസീവർ കറക്റ്റായി കേൾക്കാം. അതേപോലെ തന്നെ റിസീവറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ട്രാൻസ്മിറ്ററിൽ ഒരു ട്രാൻസ്മിറ്റർ വെച്ചിട്ട് ആ ട്രാൻസ്മിറ്ററിൻ്റെ മറ്റേ സൈഡിലേക്കും റിസീവർ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഡയറക്റ്റ്ലി ചാനൽസ് ഉണ്ടാവും. സോ അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ട് ഉണ്ടും എങ്ങനെ വേണം വർത്താനം പറയും. If the data can go both the ways at a same time, it is called full duplex. അപ്പോൾ അതിനാണ് നമ്മൾ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയും. ബോത്ത് വേസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ വി ആർ കോളിംഗ് ഇറ്റ് ഫുൾ ഡ്യൂപ്ലെക്സ്. മറ്റേതാണെങ്കിൽ നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ് പറയേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, എ പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് അഗ്രീഡ് ബൈ ബോത്ത് ദ സെൻഡർ ആൻഡ് ദ റിസീവർ. അപ്പോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമുക്കറിയാം സെൻഡർ റിസീവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാർ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയേണ്ടത്. ആ പ്രോട്ടോകോളിന് മേലുണ്ടാവുക ഹൗ ദ ഡാറ്റ ഈസ് പാക്ഡ്, ഹൗ മെനി ബിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്യാരക്ടർ, വെൻ ദ ഡാറ്റ ബിഗിൻസ് ആൻഡ് എൻഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. അതായത് എപ്പോൾ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഒരു ബിറ്റിൽ, അങ്ങനെ എങ്ങനെ ഡാറ്റ പാക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുക. അസിൻക്രണസ് സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ക്യാരക്ടർ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻസ്. അസിൻക്രണസ് സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനാണ് മെയിൻലി യൂസ്ഡ് ഫോർ ക്യാരക്ടറായിട്ട് വെച്ചിട്ടുള്ള ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ മെയിൻലി ഉപയോഗിക്കുന്നത് അസിൻക്രണസ് ആയിരിക്കും. നമ്മൾ each character is placed in between a start and stop bit and it is called framing. അപ്പോൾ ഓരോ ക്യാരക്ടറും നമ്മൾ വെക്കുന്നത് ഒരു സ്റ്റാർട്ട് ബിറ്റിൻ്റെയും ഒരു സ്റ്റോപ്പ് ബിറ്റിൻ്റെയും ഇടയിലായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിമിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ബിറ്റ് കാണുമ്പോൾ തന്നെ സിസ്റ്റത്തിന് മനസ്സിലാവും ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ബിറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്യാരക്ടർ കഴിഞ്ഞു, ആ കാര്യം സിസ്റ്റത്തിന് ഓൾറെഡി മനസ്സിലാവും. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ വി നീഡ് ടു ഫ്രെയിം ഈച്ച് ക്യാരക്ടർ വിത്ത് ദ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. ഓക്കെ, ബ്ലോക്ക് ഓറിയൻറ്റഡ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ് യൂസ് സിങ്ക്രണസ് മെത്തേഡ്. അപ്പോൾ സിങ്ക്രണസ് മെത്തേഡിലാണ് ബ്ലോക്ക് ഓറിയൻറ്റഡ് ഡാറ്റ ഉപയോഗിക്കേണ്ടത്. ദ സ്റ്റാർട്ട് ബിറ്റ് ഈസ് ഓൾവേസ് 1 ബിറ്റ് ബട്ട് ദ സ്റ്റോപ്പ് ബിറ്റ് ക്യാൻ ബി 1 or 2 ബിറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും ഒറ്റ ബിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ സ്റ്റോപ്പ് ബിറ്റ് അങ്ങനെയല്ല, ചിലപ്പോൾ 1 or 2 ബിറ്റ്സ് വരെ സ്റ്റോപ്പ് ബിറ്റ് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റാർട്ട് ബിറ്റ് ഈസ് ഓൾവേസ് ആസ് 0, അതായത് എപ്പോഴും ലോ ആയിരിക്കും സ്റ്റാർട്ട് ബിറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫിഗർ നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബിറ്റ്, ഇത് എപ്പോഴും ലോ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഒരു ക്യാരക്ടർ, അത് 8 ബിറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന ആസ്കി ക്യാരക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1 2 3 4 5 6 7 8 ഇത്രയും ഭാഗങ്ങൾ ആ ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട്. കറസ്പോണ്ടിങ് ആ 8 ബിറ്റ് ബൈനറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു 8 ബിറ്റ് ബൈനറി നമ്പറിന് ശേഷം നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റോപ്പ് ബിറ്റ് വേണം. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് എപ്പോഴും ഇങ്ങനെ ഹൈ ആയിരിക്കും, ആൻഡ് ദ സ്റ്റോപ്പ് ബിറ്റ് ഈസ് ഓൾവേസ് ഹൈ, അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഭാഗം നമ്മൾ എം ടി സ്പേസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ അടിയിൽ കൊടുത്തേക്കണം. ഓക്കെ, when there is no transfer the signal will be high which is referred as mark 1. അപ്പോൾ ഒറ്റ സിഗ്നലോ കാര്യങ്ങളോ ട്രാൻസ്മിഷൻ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ സിഗ്നൽ എപ്പോഴും ഹൈ ആക്കിയിടും, അതിനെ നമ്മൾ മാർക്ക് എന്നാണ് പറയേണ്ടത്. അതാണ് ഏറ്റവും ആദ്യം തന്നെ കൊടുത്തേക്കണം. ദെൻ നമ്മുടെ സ്റ്റാർട്ട് ബിറ്റ് വന്നു, അത് നമ്മൾ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് കൊടുത്തു. ദെൻ എ ക്യാരക്ടർ ബിഗിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ D0 എന്നാണ് ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, LSB ആയിരിക്കും അത് വരുന്നുണ്ടാവുക. ദെൻ റെസ്റ്റ് ഓഫ് ദ ബിറ്റ്സ് അണ്ടിൽ MSB D7. റെസ്റ്റ് ഓഫ് ദ ബിറ്റ്സ് കറക്റ്റ് ഓർഡറിൽ D7 വരെ കൊടുക്കുന്നു. ആൻഡ് ഫൈനലി 1 സ്റ്റോപ്പ് ബിറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ എൻഡ് ഓഫ് ദ ക്യാരക്ടർ. അതിനുശേഷം ഒരു സ്റ്റോപ്പ് ബിറ്റ് നമ്മൾ കൊടുക്കും ഇൻഡിക്കേറ്റിംഗ് ദ എൻഡ് ഓഫ് ദ ക്യാരക്ടർ ആയിട്ട്. ഓക്കെ, ദ 0 ഈസ് റെഫേർഡ് ആസ് സ്പേസ്. അപ്പോൾ 0 വേറെ ഡാറ്റകളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് 0 ആക്കി ഇടുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ അതിനുശേഷം അടുത്ത ഇതേപോലെ ക്യാരക്ടർ സെൻഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, വേറെ സിഗ്നൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടാവുക, നമ്മളത് എപ്പോഴും ഹൈ ആക്കി വെക്കേണ്ടാവുക. ഇതിപ്പോൾ ഇതിന് ശേഷം വേറെ വല്ല ഡാറ്റ വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിത് സ്പേസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത്. ഇത് 0 ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ആഡ് ചെയ്യുക, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡ്യൂ ടു ദ എക്സ്റ്റെൻഡഡ് ASCII ക്യാരക്ടർ 8-bit ASCII ഡാറ്റ ഈസ് കോമൺ. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് 8-bit ഡാറ്റയാണ്. ഇൻ ഓൾഡർ സിസ്റ്റം ASCII ക്യാരക്ടേഴ്സ് വർ 7-bit. പണ്ടത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് 7-bit ASCII ക്യാരക്ടേഴ്സാണ് പണ്ടുണ്ടായിരുന്നുള്ളൂ. ഇൻ മോഡേൺ PCs ദ യൂസ് ഓഫ് 1 സ്റ്റോപ്പ് ബിറ്റ് ഈസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒറ്റൊരു സ്റ്റോപ്പ് ബിറ്റ് മതി PCകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻ ഓൾഡർ ഡേയ്സ് due to the slowness of the receiving mechanical device, 2 stop bits were used to give the device sufficient time to organize itself before transmitting of the next byte. അപ്പോൾ പണ്ടത്തെ കാലത്തെ സിസ്റ്റംസ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് നമുക്ക് 2 സ്റ്റോപ്പ് ബിറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പണ്ടത്തെ സിസ്റ്റംസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 7 ബിറ്റ്സ് ആയിരിക്കും നമ്മുടെ ASCII ക്യാരക്ടേഴ്സ് കാരണം ഉപയോഗിക്കേണ്ടത്. കാരണം അതിനെ കുറച്ച് സമയം കൂടുതൽ എടുത്തിരുന്നു അടുത്ത ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് സിസ്റ്റംസ് ഓർ ഓൾഡർ സിസ്റ്റംസ് വി നീഡ് ടു യൂസ് 2 സ്റ്റോപ്പ് ബിറ്റ്സ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒറ്റ സ്റ്റോപ്പ് ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ആ സിസ്റ്റത്തിന് മനസ്സിലാവും അതിന് ഓക്കെ നമ്മുടെ ക്യാരക്ടർ കഴിഞ്ഞു എന്നുള്ള കാര്യം. ഓക്കെ, the rate of data transfer in serial data communication is stated as BPS. അതായത് B for bits ആണ്. അതായത് ഒരു ബിറ്റ്സ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ബിറ്റ്സ് മാറുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ ബിറ്റ്സ് പെർ സെക്കൻഡിൽ പറയേണ്ടത്, അതായത് BPSൽ പറയേണ്ടത്. ഓക്കെ, ഇൻ അനദർ വേസ് we use another terminology for BPS is Baud Rate. അല്ലെങ്കിൽ നമ്മൾ Baud Rate എന്നും പറയാറുണ്ട്. Baud Rate is the modern terminology and it is defined as the number of signal changes per second. അപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് Baud Rate എന്ന് പറഞ്ഞ ടേമാണ്. അതായത് നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം സിഗ്നൽ ഹൈനും ലോയിനും ഹൈ ആയി, ഈ കാര്യങ്ങളാണ് Baud Rate നമ്മൾ പറയേണ്ടത്. ഓക്കെ, ആസ് ഫാർ ആസ് ദ കണ്ടക്ടർ വയർ ഇസ് കൺസേർഡ് the Baud Rate and bits per second are the same. അപ്പോൾ വയേഴ്സിനെ കുറിച്ച് നമ്മൾ കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകും. കാരണം Baud Rate എന്ന് പറഞ്ഞാൽ എന്താണ്, 0 എന്ന് 1 1 എന്ന് 0, ആ കാര്യങ്ങളിലാണ് ഒരു സെക്കൻഡിൽ, അത് തന്നെയാണ് മറ്റേതും ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ വയറിനെ വെച്ച് കൺസിഡറേഷൻ ചെയ്യുമ്പോൾ ആസ് ഫാർ ആസ് വയർ ഇസ് കൺസേർഡ് ദ Baud Rate and the BPS are same. അപ്പോൾ അതിന് വലിയ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആൻഡ് വി യൂസ് ദ ടേംസ് ഇൻ്റർചേഞ്ചബിളി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ചിലവർ അതിനെ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ Baud Rate എന്നും പറയാറുണ്ട്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് SBUF രജിസ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ SBUF ഈസ് ആൻ 8-bit രജിസ്റ്റർ യൂസ്ഡ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ രജിസ്റ്ററിൻ്റെ പേരാണ് SBUF. ഓക്കെ, ഫോർ എ ബൈറ്റ് ഡാറ്റ ടു ബി ട്രാൻസ്മിറ്റഡ് വൈ TXD ലൈൻ ഇറ്റ് മസ്റ്റ് ബി പ്ലേസ് ഇൻ ദ SBUF. അപ്പോൾ SBUF രജിസ്റ്റർ വഴിയാണ് നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് TXD എന്ന് പറയുന്ന ടൈം വഴി നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പ്ലേസ് ദാറ്റ് ഡാറ്റ ഇൻ ദ SBUF രജിസ്റ്റർ. അപ്പോൾ SBUFൽ വെക്കണം നമ്മൾ. ദ മൊമെൻറ്റ് എ ബൈറ്റ് ഈസ് റിട്ടേൺ ഇൻ ടു SBUF ഇറ്റ് ഈസ് ഫ്രെയിംഡ് വിത്ത് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും വെച്ച് പിടിപ്പിക്കുന്ന പണിയാണ് ശരിക്കും പറഞ്ഞാൽ SBUF ചെയ്യേണ്ടത്. ആൻഡ് ട്രാൻസ്ഫർ സീരിയലി വൈ ദ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ നമ്മുടെ SBUF വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഫ്രെയിം ചെയ്ത് ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ട്രാൻസ്മിഷൻ ലെവൽ TXD ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. SBUF ഓൾസോ ഹോൾഡ് ദ ഡാറ്റ ഓർ ദ ബൈറ്റ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ 8051 RD ലൈൻ. അപ്പോൾ റിസപ്ഷൻ ലൈൻ ഉണ്ട് നമ്മുടെ ഈ 8051, അതായത് RXD എന്ന് പറയും, നമ്മൾ ട്രാൻസ്മിഷന് TXD എന്ന് പറയും. അപ്പോൾ ഈ RXD വഴി വരുന്ന നമ്മുടെ ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യും, SBUF ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെക്കൽ മാത്രമല്ല ചെയ്യേണ്ടാവുക, അതിനകത്ത് ഈ ഡാറ്റ വരുമ്പോൾ എന്തുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാവും. സോ അപ്പോൾ ഈ കറസ്പോണ്ടിങ്ങിൽ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും റിമൂവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് ബൈറ്റ് മാത്രം ആക്കിയെടുക്കുന്ന പണിയും ആര് ചെയ്യും, SBUF ചെയ്യാറുണ്ട്. ഓക്കെ, വെൻ ദ ബിറ്റ്സ് ആർ റിസീവ്ഡ് സീരിയലി ബൈ RXD. അപ്പോൾ സീരിയലി നമ്മുടെ ബിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ SBUF ഹോൾഡ് ചെയ്ത് the 8051 deframes it by eliminating the start bit and stop bit. അപ്പോൾ ഇത് വരുന്ന ഡാറ്റയിൽ എന്തുണ്ടാവും, സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാവും. സോ അപ്പോൾ ഈ വരുന്ന ഡാറ്റയിൽ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഈ SBUF റിമൂവ് ചെയ്യും ആൻഡ് മേക്ക് എ ബൈറ്റ്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ബൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ അത് ആവശ്യമുള്ള CPU പറയുകയാണ് ചെയ്യേണ്ടത്, ഡാറ്റ റെഡി ആയിട്ടുണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞേക്കണേ. When the bits are received serially by RXD, the 8051 deframes it by eliminating the start bit and stop bit. അപ്പോൾ 8051 എന്ത് ചെയ്യും, അത് ഡീഫ്രെയിം ചെയ്തിട്ട് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റൊക്കെ എടുത്ത് കളയും ആൻഡ് മേക്ക്
എ ബൈറ്റ് ഔട്ട് ഓഫ് ദ ഡാറ്റ റിസീവ്ഡ്. അങ്ങനെ ഈ റിസീവ് ചെയ്ത ഡാറ്റയിൽ നിന്നും ഒരു ബൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു ആൻഡ് ദെൻ പ്ലേസ് ഇൻ SBUF. അതിനുശേഷമാണ് ഇത് SBUFലേക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ വരേണ്ട ഡാറ്റനെ അപ്പം തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ SBUF ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റൊക്കെ കളഞ്ഞിട്ട് ബൈറ്റ് ആക്കിയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് CPU പറയേണ്ടത് ഇവിടെ ഡാറ്റ വന്നിട്ട് റെഡി ആയിട്ടുണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ SBUF രജിസ്റ്റർ ചെയ്യേണ്ടത് മെയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ SCON രജിസ്റ്റർ. അപ്പോൾ SCON എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രോളിങ് പർപ്പസൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് നമ്മൾ SCON എന്ന് പറയേണ്ടത്, നമ്മൾ TCON എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ എന്താണ് SCON രജിസ്റ്റർ എന്ന് നോക്കാം. SCON ഈസ് ഓൾസോ an 8-bit രജിസ്റ്റർ യൂസ്ഡ് ടു പ്രോഗ്രാം ദ സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ് ആൻഡ് ദ ഡാറ്റ ബൈറ്റ് ഓഫ് ഡാറ്റ ഫ്രെയിമിംഗ് എമംഗ് അതർ തിങ്സ്. അപ്പോൾ ഈ SCON എന്ന് പറയുന്നതും ഒരു 8-bit രജിസ്റ്ററാണ്. അതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ്, ഡാറ്റ ബേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി പറയേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ RI ഉണ്ട്, അതുപോലെ TI ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രപ്റ്റ് സെക്ഷനാണ്, ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റിൻ്റെ ആണ് നമ്മൾ TI ഉപയോഗിക്കുന്നത്. T ഫോർ ട്രാൻസ്മിറ്റ്, I ഫോർ ഇൻട്രപ്റ്റ് ആണ്. ഇനി റിസീവ് ചെയ്ത ഡാറ്റയുടെ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ RI ഉപയോഗിക്കേണ്ടത്. അതായത് റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്നാണ് എൻ്റെ ഫുൾ നെയിം വരെ. മറ്റേതാണെങ്കിൽ ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ പറയാവുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുകളെ കുറിച്ചാണ്. നമ്മൾ ടൈമേഴ്സിന് മോഡുകൾ പറഞ്ഞിരുന്നു, അതിനാണ് M0, M1 ഒക്കെ മെയിൻ ഉപയോഗിക്കുക. അത് സീരിയൽ പോർട്ട് മോഡ് സ്പെസിഫയർ എന്നാണ് അതിന് പറയേണ്ടത്. M0, M1 എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ്. ഓക്കെ, പിന്നെ മൾട്ടി പ്രൊസസ്സർ കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് SM2 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ REN നമ്മൾ ഉപയോഗിക്കുന്നത് റിസപ്ഷൻ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ R ഫോർ റിസപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്, EN ഫോർ എനേബിൾ, അതായത് ഡാറ്റ റിസീവ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ REN എന്ന് പറയുന്ന സെക്ഷനാണ്. SCONിലത്തെ 4ാമത്തെ ബിറ്റാണ്, അതായത് SCON.4 വരും. ഓക്കെ, ദെൻ അടുത്ത രണ്ടെണ്ണം ഉണ്ട്, അതായത് TB8 അതേപോലെ തന്നെ RB8. ഇത് രണ്ടും നമ്മൾ മെയിൻലി ഉപയോഗിക്കാറില്ല. ഒന്ന് ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതേപോലെ തന്നെ മറ്റേത് റിസപ്ഷൻ ബൈറ്റിനുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റേത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, TIയും RIയും, അതായത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗും ഒന്ന് റിസപ്ഷൻ ഇൻട്രപ്റ്റ് ഫ്ലാഗാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ SCON രജിസ്റ്റർ എന്ന് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 8 രജിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ SCONും SBUF രജിസ്റ്റേഴ്സും സാധാരണ ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ SCON രജിസ്റ്ററിലത്തെ ഓരോ സെക്ഷൻസും നമുക്ക് എന്തിനൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് മെയിലിൽ നോക്കാൻ പറ്റും. SM0യും SM1 എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. 00 എന്ന് പറഞ്ഞാൽ സീരിയൽ മോഡ് 0 എന്നാണ് പറയേണ്ടത്. അതേപോലെ 01 എന്ന് പറഞ്ഞാൽ സീരിയൽ മോഡ് 1 ആണ് വരിക. അതായത് 8-bit ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടാവുക, ഒരു സ്റ്റോപ്പ് ബിറ്റും ഒരു സ്റ്റാർട്ട് ബിറ്റും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കേണ്ടാവുക. അപ്പോൾ സീരിയൽ മോഡ് 1 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ്സ് ഇങ്ങനെ, അതായത് SM00യും SM1 1ഉം ആയിരിക്കണം. ഓക്കെ, അതായത് ഈ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 0യും ഈ SM1 1ഉം ആയിരിക്കണം, എന്നാലാണ് സീരിയൽ മോഡ് 1 നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി SM2 എനേബിൾസ് മൾട്ടി പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഓഫ് 8051. ഇപ്പോൾ മൾട്ടി പ്രോസസ്സിംഗ് കപ്പാസിറ്റി കാരണം കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ അത് ആക്റ്റീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു REN, അതായത് റിസീവ് എനേബിൾ. It is a bit address register. അതൊരു ബിറ്റ് അഡ്രസ് രജിസ്റ്റർ ആണ്. When it is high, it allows the 8051 to receive data on the RxP. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 8051 ഡാറ്റ റിസീവ് ചെയ്യുള്ളൂ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ലോ ദ റിസീവർ ഈസ് ഡിസേബിൾ. അപ്പോൾ ഇത് ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഡാറ്റയും 8051 റിസീവ് ചെയ്യില്ല. അപ്പോൾ ഈ പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ RE എന്ന് പറഞ്ഞാൽ. പിന്നെ ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് TI അതേപോലെ തന്നെ RI എന്നതിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് TI എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റും അതേപോലെ തന്നെ RI ഫോർ റിസീവ് ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് ഫ്ലാഗുകളാണ്, നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് TI എന്താ നോക്കാം. When 8051 finishes the transfer of 8-bit character, അതായത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ it raises the TI flag to indicate that it is ready to send അനദർ ട്രാൻസ്ഫർ. അതായത് അനദർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടുണ്ടെന്നുള്ള സിഗ്നൽ CPU കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു TI ഫ്ലാഗ് സെറ്റ് ആവുന്നത്. സോ TI ബിറ്റ് ഈസ് റേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് പോയി കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TI ഫ്ലാഗ് ഹൈ ആവേണ്ടത്. കാരണം സ്റ്റോപ്പ് ബിറ്റ് അത് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് അയക്കും, പിന്നെ ക്യാരക്ടർക്ക് പിന്നെയാണ് സ്റ്റോപ്പ് ബിറ്റ് അയക്കേണ്ടത്. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് അയച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഹൈ ആവും, കാരണം അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി റെഡി എന്നുള്ള സിഗ്നൽ CPU കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ TI എന്ന് പറഞ്ഞ ഫ്ലാഗ് ഹൈ ആവുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിസീവ് ഇൻട്രപ്റ്റിൽ ചെയ്യേണ്ടത്. അതായത് റിസീവ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ RI എന്നാണ് എൻ്റെ ഷോർട്ട് ഫോം പറയേണ്ടത്. ഓക്കെ, അപ്പോൾ വെൻ 8051 റിസീവ്സ് എ ഡാറ്റ സീരിയലി, അതായത് ഒരു സീരിയലായിട്ട് ഡാറ്റ 8051 റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ദ RxD പിൻ, it gets rid of the start bit and stop bit and places the byte in SBUF.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡാറ്റ RX പിന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സീരിയലായിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ആദ്യമേ തന്നെ അതിൻ്റെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും റിമൂവ് ചെയ്ത് കളയും. അതിനുശേഷം അതൊരു ബൈറ്റ് ആക്കിയിട്ട് SBUF രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇറ്റ് റേസ് ദ RI ഫ്ലാഗ്. അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ RI ഫ്ലാഗ് സെറ്റ് ആവും. ടു ഇൻഡിക്കേറ്റ് ദ ബൈറ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്, ബൈറ്റ് റിസീവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പിക്ഡ് അപ്പ് ബിഫോർ ഇറ്റ് മസ്റ്റ് ബി ലോസ്റ്റ്. അപ്പോൾ അതൊരു സിഗ്നലാണ് CPU-ലേക്ക്, അതായത് നമ്മുടെ ബൈറ്റോട് റിസീവ് ആയിട്ടുണ്ട്, ഡാറ്റ വേഗം കൊണ്ടുപോയിക്കോളാൻ പറ്റൊരു സിഗ്നലാണ് അത്. ഓക്കെ, RI ഈസ് റേസ് ഹാഫ് അവേ ത്രൂ ദ സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് പകുതി ആവുന്ന സമയത്താണ് നമ്മുടെ RI ഫ്ലാഗ് ഹൈ ആവുന്നത്. അപ്പോൾ RI ഫ്ലാഗിനും TI ഫ്ലാഗിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സീരിയൽ ഡാറ്റ ട്രാൻസ്മിറ്റും റിസപ്ഷനും ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള, അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 രജിസ്റ്റേഴ്സ്, അതായത് ഒന്ന് SCON എന്ന് പറയുന്ന രജിസ്റ്ററും അതേപോലെ തന്നെ SBUF എന്ന രജിസ്റ്ററിനെ കുറിച്ചിട്ടും, അതേപോലെ സീരിയൽ ഡാറ്റയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. See you all in my next video with another topic. അതേപോലെ തന്നെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ.